പൊതുവെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടണില്ല എന്നാണ് നാട്ടിൽ പറഞ്ഞത്, പെൺകുട്ടികളെ കിട്ടാനില്ല എന്ന ഒരു പൊതുവെ ഒരു പ്രചാരണം നാട്ടിലുണ്ട്. പെൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടോ പെൺകുട്ടികളെ പ്രായപൂർത്തിയാകാഞ്ഞിട്ടോ അല്ല, പെൺകുട്ടികളിൽ വലിയൊരു ശതമാനം പെൺകുട്ടികൾ വിവാഹം വേണ്ടെന്ന് പറയുന്നു എന്നാണ്. ഒരു ഉമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു 2 പെൺകുട്ടികളാണ് അവർക്ക്. അപ്പോൾ അവൾ പറഞ്ഞു ഡിഗ്രി കഴിയട്ടെ, PG കഴിയട്ടെ, ജോലി കിട്ടട്ടെ, എല്ലാം പറഞ്ഞു. ഇപ്പൊ എത്ര വയസ്സായി? 26 വയസ്സായി. പക്ഷെ അവൾക്ക് വിവാഹം വേണ്ട. അപ്പൊ താഴെയുള്ള കുട്ടിനെ ഇനി എന്ത് ചെയ്യും എന്നതാണ് അടുത്ത പ്രശ്നം. താഴെയുള്ള കുട്ടിക്ക് 22 വയസ്സായി, അവളും പറയുന്നു ഡിഗ്രി കഴിയട്ടെ, PG കഴിയട്ടെ. മനസ്സിലുണ്ട് വിവാഹം എന്നുള്ളത് അങ്ങനത്തെ ഒരു ഭാരം വഹിക്കാൻ ഞാൻ ഇല്ലെന്നാണ് ഒരു സെലിബ്രിറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനിയില്ല, എനിക്ക് സെക്സ് വേണം, എനിക്ക് ഒരു പുരുഷന്റെ സാന്നിധ്യം വേണം, പക്ഷേ എനിക്ക് വിവാഹം വേണ്ട എന്നൊരു തലമുറയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കൾ നാളെ അത് പറയില്ലെന്ന് എന്താണ് സുഹൃത്തുക്കളെ ഉറപ്പ്? സത്യത്തിൽ ഇങ്ങനത്തെ ഒരു പുതിയ തലമുറ തികച്ചും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത എല്ലാ നിയന്ത്രണങ്ങളെയും ഭേദിച്ചു വളരുമ്പോൾ അവർ നമ്മുടെ മടിത്തട്ടിലാണ്, നമ്മുടെ വീടുകളിലാണ്, നമ്മുടെ സമുദായത്തിലാണ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉത്തരവാദിത്തമല്ലേ സുഹൃത്തുക്കളെ? ആദ്യത്തെ ഉത്തരവാദിത്തം ആർക്കാരുണ്ട്? വാപ്പാർക്കും ഉമ്മാർക്കും ഉത്തരവാദിത്തം. നമ്മൾ അവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതും അവർക്ക് സ്കൂളിലും കോളേജിലും പഠിക്കാനുള്ള ഫീസ് ഉണ്ടാക്കുന്നതും അവർ തിരഞ്ഞെടുക്കേണ്ട കോഴ്സിനെ കുറിച്ചും അവർക്ക് വാങ്ങേണ്ട ഡ്രസ്സിനെ കുറിച്ചും മാത്രമേ ആലോചിക്കുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടെ നേരത്തെ ആലോചിക്കണം. കാരണം എന്താ, വൈകും തോറും നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. 5 വയസ്സായ കുട്ടിയോട് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല 15 വയസ്സായ കുട്ടിയോട് പറയാൻ. അത് 20ഉം 25ഉം വയസ്സിലേക്ക് കടക്കുമ്പോൾ പിന്നെ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. എനിക്ക് കല്യാണം വേണ്ട എന്ന് 26 വയസ്സായ പെൺകുട്ടി പറഞ്ഞാൽ അടുക്കള തിണ്ണയിൽ കരഞ്ഞിരിക്കയല്ലാതെ ഉമ്മക്കൊന്നും ചെയ്യാനില്ല. അതിൻ്റെ മുമ്പ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് അനാവശ്യമായ സംസ്കാരങ്ങൾ വരാതെ, ചിന്താഗതികൾ വരാതെ, കാഴ്ചപ്പാടുകൾ വരാതെ ശ്രദ്ധിക്കേണ്ട കടമ മാതാപിതാക്കൾക്കാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹുവിന്റെ കൽപ്പനയാണ് അത്, വിശ്വസിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാണ്. മനുഷ്യരെയും കല്ലുകളെയും കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന അല്ലാഹ് നമ്മളോട് പറഞ്ഞ ഒരു കൽപ്പനയാണ്. മാത്രല്ല റസൂലുള്ളാഹി പറഞ്ഞു, ഒരു പുരുഷൻ എന്താണ്? ഭരണാധികാരിയാണ്. ആരെ? അഹ്ല ബൈത്തിഹി, അവന്റെ കുടുംബത്തിന്റെ. വഹുവ മസ്ഊലുൻ അൻഹും, അവരെ കുറിച്ച് അവൻ ചോദിക്കപ്പെടും.